ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാത്തത്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഇടാം, ലൈവ് വരാം. ഇന്നെന്തായാലും ലൈവ് വരുന്നുണ്ട്. രാവിലെ തന്നെ ആയിരിക്കും സമയം, കാരണം പിന്നെ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ഞാനങ്ങ് ലൈവിന് ഇന്ന് ഞാൻ വരും. ലൈവ് ഒരു 10:30-11 മണിയൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഞാൻ വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ പിള്ളേരുടെ എനർജി എന്താ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, 5 കപ്സ് ആണ്. കാണാൻ പറ്റുന്നില്ലല്ലേ? 5 കപ്സ് വന്നിട്ടുണ്ട് മക്കളെ. പിന്നെ പേജ് ഓഫ് വാൺസ്, 5 വാൺസ്. ഇത് ഫുള്ള് വിഷമമാണ്. 5 വാൺസ് കേട്ടോ. ഇപ്പം നിങ്ങളെന്തൊക്കെയോ ഒരു നഷ്ടബോധത്തിലിരിക്കുന്നതിൽ അതിൽ നിന്ന് നിങ്ങളൊന്ന് ഒരു പ്രതീക്ഷയോടെ ഒരു തുടക്കം വരുന്നുണ്ട്. ഒന്ന് കരയേറാൻ ഒരു ശ്രമം നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു നമ്മൾ പറയല്ലോ, എല്ലാം തകർന്നിരിക്കുമ്പോൾ നമുക്കൊരു കച്ചിത്തുരുമ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇന്നത്തെ. നിങ്ങളെ ഒരു പ്രതീക്ഷയില്ലാതെ വിഷമിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഇന്നൊരു മുമ്പോട്ട് പോകാനൊരു വഴി ഡിവൈനായിട്ട് കാണിച്ചു തരുമെന്ന്. പിന്നെ വീട്ടിൽ കുറച്ച് ആൾക്കാരുടെ നമ്മുടെ വീട്ടിലുള്ളവരോ ഇല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ആരാണോ അവരുടെയൊക്കെ ഒരു എന്തെങ്കിലും ചെറിയ വഴക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും എനർജി കാണും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവർ പറഞ്ഞിട്ട് അവരുടെ കാര്യം നോക്കിക്കോളും. നമ്മളതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ നിൽക്കണ്ട, വിഷമിക്കാനും നിൽക്കണ്ട. ഇന്നിപ്പോൾ ആ ഒരു എനർജി ഇങ്ങനെ കാർഡ് കിട്ടിയോണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പോൾ അധികം ഫീൽ തോന്നത്തില്ല മക്കളെ. ഇന്ന് കൂടെ ഉള്ളവർ കുറച്ച് വഴക്കിടുന്നവർ, ചെറുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംസാരമോ പ്രവൃത്തികളോ ഒക്കെ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് നിങ്ങൾക്ക് എന്താണോ നഷ്ടബോധത്തിലിരിക്കുന്നത്, നേടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ആ ഒരു നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വഴി ഡിവൈനായിട്ട് തുറന്നു തരുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ആ ഒരു തുടക്കമാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്കിനിയും മഹാദേവൻ്റെ ഒറക്കിൾ കാർഡ്സ് നോക്കാം. കാളിയമ്മയുടെ മഹാദേവൻ്റെ എന്ത് ഗൈഡൻസ് ആണുള്ളത് നോക്കാം. ഓക്കെ, കാളിയമ്മയുടെ ഭുവനേശ്വരി, ബ്ലെസ്സിങ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഒരു കാർഡ് കൊടുന്നെടുക്കാം. ആദ്യ കാളി, യുവർ ലൈഫ് വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ എല്ലാവരുടെയും എനർജി ഇതൊക്കെ ആയിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മളെ വിഷമിച്ച് കരഞ്ഞൊന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനും മാറും. എന്നും ഒരേപോലെ എല്ലാവരും ഇരിക്കത്തില്ല. അപ്പം നമ്മുടെ ഈ ഒരു ഇപ്പം ഇന്നലെയൊക്കെ 2-3 വിഷമിച്ചൊക്കെ കേട്ട് മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയുക, ആരും കരഞ്ഞിരിക്കരുത് മക്കളെ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ എന്തെങ്കിലും വിഷമം ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തോ കാര്യം അറിയാതെ നമുക്കൊരു സങ്കടമൊക്കെ വരുന്നെങ്കിൽ ആ ഒരു സമയം മാറി കിട്ടുമെന്ന് വിചാരിക്കുക. അത് കൂടി വന്നാൽ ഒരു ദിവസം, അതിനപ്പുറത്തോട്ടൊന്നും അതിന് ആയുസില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കാതിരിക്കുക. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇന്ന് ലൈവ് വരുമ്പോൾ എല്ലാവരും ഓടി വായോ കേട്ടോ. ഞാൻ ഇന്ന് എന്തായാലും ലൈവ് വരും മക്കളെ. 11 മണിക്കൊക്കെ ആ ടൈമിൽ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് പണിയെല്ലാം തീർത്തിട്ടിരിക്കണം. അപ്പോൾ എല്ലാവരുടെയും എനർജി ഇതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു മക്കളെ.